ക്യാൻസർ ചികിത്സാ രംഗത്ത് അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചികിത്സാ സമ്പ്രദായമാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. കൺവെൻഷനലി നമ്മൾ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ, പിന്നെ സർജറി, ഇത്തരത്തിലുള്ള ചികിത്സാ മുറകളാണ് ക്യാൻസറിന് വേണ്ടി ഉപയോഗിച്ച് വരാറുള്ളത്. അതിനുശേഷം മറ്റു പല അഡ്വാൻസ്മെൻറ്റ്സും പുതിയ കണ്ടുപിടുത്തങ്ങളും ക്യാൻസറിൻ്റെ ഫീൽഡിൽ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫീൽഡിൽ വന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ്, ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ ക്യാൻസറിൻ്റെ ചികിത്സാ ഫലത്തിൽ കൊണ്ടുവന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അതെന്താണ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായിട്ട് എന്താണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയെ തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി എന്നതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെല്ലുകൾ ഉണ്ട്. ടി സെൽസ് എന്നൊക്കെ പറയും. ഈ സെല്ലുകളെ ട്യൂമറിന് എതിരെ, ശരീരത്തിലുണ്ടാവുന്ന ക്യാൻസർ കോശങ്ങൾക്കെതിരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് വളരെ ലഘുവായ ഭാഷയിൽ ഇതിനെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്. ഇതാണ് പ്രൈമറിലി ഇമ്മ്യൂണോതെറാപ്പി എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്മ്യൂണോതെറാപ്പി വളരെ ആക്റ്റീവായി ഇന്ത്യയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഒരുപാട് പഠനങ്ങളും ഒരുപാട് റിസർച്ചും നടക്കുന്ന ഒരു ഫീൽഡാണ് ഇമ്മ്യൂണോതെറാപ്പി. കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നതിനനുസരിച്ചിട്ട് പല ക്യാൻസറുകളിലും ഇത് ഉപയോഗിക്കാമെന്നും വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള, വളരെ ഇതിനു മുമ്പ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാതിരുന്ന പല ക്യാൻസറുകൾക്കും വളരെ നല്ല റിസൾട്ടുകൾ കാണുന്നുവെന്നും ഓരോരോ പഠനങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മൾ നമ്മുടെ പ്രാക്ടീസിൽ ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിക്കുന്നതിൻ്റെ തോതും ഇമ്മ്യൂണോതെറാപ്പി കൂടുതൽ പേഷ്യൻസിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല പേഷ്യൻസും ചോദിക്കാറ് എങ്ങനെയാണ് ഇമ്മ്യൂണോതെറാപ്പി, എന്താണത് ചെയ്യുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ വളരെ ഒരു വളരെ ഹൈഫൈ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗ്ലൂക്കോസ് കയറ്റുക അല്ലെങ്കിൽ ഡ്രിപ്സ് കയറ്റുക എന്ന് പറയുന്ന പോലെയുള്ള അങ്ങനത്തെ ബോട്ടിലുകളിൽ ഇങ്ങനത്തെ ഇമ്മ്യൂണോതെറാപ്പിയുടെ മെഡിസിൻസ് മിക്സ് ചെയ്തിട്ട് ഏതാനും ഒരു 1 hour അല്ലെങ്കിൽ 2 hours എടുക്കുന്ന സെഷൻസിലൂടെ ബോഡിയിലൂടെ, ഞരമ്പിലൂടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. മോർണിംഗ് വന്ന് ഈ ഇഞ്ചെക്ഷൻസ് എടുത്തതിന് ശേഷം രോഗിക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. പിന്നീടുള്ളൊരു സംശയം പലപ്പോഴും ഇമ്മ്യൂണോതെറാപ്പിയുടെ സൈഡ് ഇഫക്റ്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഞാനീ പറഞ്ഞതുമാതിരി ഇപ്പോൾ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മരുന്നുകൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്, എക്സ്റ്റേണലായിട്ട് നേരിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇമ്മ്യൂണോതെറാപ്പിയിൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ലാർജ്ലി നമുക്ക് പറയാം, ബഹുഭൂരിപക്ഷം നമുക്ക് പറയാം ഇമ്മ്യൂണോതെറാപ്പിയുടെ സൈഡ് ഇഫക്റ്റുകൾ വളരെ മിനിമലാണ്. ഒട്ടുമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ മിനിമലായിട്ട് മാത്രമേ കാണാറുള്ളൂ. മിക്ക പേഷ്യൻസിനും വളരെ വെൽ ടോളറേറ്റഡ് ആണ് ഇമ്മ്യൂണോതെറാപ്പി. ഇഫ് അറ്റ് ഓൾ ചെറിയ തോതിലുള്ള സൈഡ് ഇഫക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിലും അതിന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പ്രായം കൂടിയ പേഷ്യൻസിനോ അല്ലെങ്കിൽ ജനറൽ ഹെൽത്ത് കുറച്ച് വീക്കായിട്ടുള്ള പേഷ്യൻസിനോ മറ്റൊരുപാട് രോഗങ്ങളുള്ള പേഷ്യൻസിനോ കൂടുതൽ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഇമ്മ്യൂണോതെറാപ്പി. എന്ന് പറയുമ്പോൾ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. എല്ലാ പേഷ്യൻസിനും ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റമൂലി പോലെ ഇമ്മ്യൂണോതെറാപ്പിയെ കാണാൻ പാടില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ, സ്പെസിഫിക് ക്യാൻസേഴ്സ്, സ്പെസിഫിക് സ്റ്റേജുകളിൽ, അങ്ങനത്തെ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുത്ത് ഒരു ഓൺകോളജിസ്റ്റിൻ്റെ കൃത്യമായ ഗൈഡൻസോട് കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ഇതാണ് ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻസ് എന്ന് പറയുന്നത്. ഒരു ചാലഞ്ച് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ കോസ്റ്റാണ്. ഇത് ഇപ്പോഴും നമുക്ക് UK നിന്നോ US നിന്നോ ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന, വിദേശ കമ്പനികൾ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണ്. റിലേറ്റീവ്ലി കോസ്റ്റ് ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും പേഷ്യൻ്റ് അസിസ്റ്റൻസ് പ്രോഗ്രാംസ്, അതുപോലെ ഡോസിലെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് പേഷ്യൻസിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള രോഗികളാണ് എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഓൺകോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്യാൻ വിമുഖത കാണിക്കരുത്. വലിയ രീതിയിലുള്ള മുമ്പ് കീമോതെറാപ്പിയിലൂടെ ക്യൂർ ചെയ്യാൻ പറ്റാതിരുന്ന ക്യാൻസറുകൾക്കോ അല്ലെങ്കിൽ ക്യാൻസറുകൾക്ക് വലിയ രീതിയിലുള്ള ക്യൂറും വലിയ രീതിയിലുള്ള കൺട്രോൾ കൊടുക്കാനും പണ്ട് കീമോതെറാപ്പി ഉപയോഗിച്ചിരുന്ന ക്യാൻസറുകൾക്ക് അതിൻ്റെ റിസൾട്ട് ഒരുപാട് രീതിയിൽ വർദ്ധിപ്പിക്കാനും കഴിയുന്ന പല സിറ്റുവേഷൻസും ഇമ്മ്യൂണോതെറാപ്പി മൂലം ഇന്നിപ്പോൾ ഉള്ളതാണ്. അതിൻ്റെ സാധ്യതകൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്.